ആവി പറക്കുന്ന ബിരിയാണി. ട്യൂണയില്ലേ, മറ്റേ കേര എന്ന് പറഞ്ഞിട്ട് വാണ്ടാൻ എന്തുട്ട മീൻ എന്നറിയോ? ഒരു കുറ്റം പറയുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാൻ പോവാണ്. ഞാൻ അരിയുടെ വില പറയുന്നു കൂടുതലാണ് മീൻ ട്ടാ. 10-26 കോടി രൂപ മുടക്കിയിട്ട് ഒരു മീൻ വാങ്ങിക്കാൻ, ചത്ത മീനെയാണ് ഇത് വാങ്ങിക്കാനായിട്ട്. മീൻ വറുത്ത് വെച്ച മീൻ സ്വാംശീകരിച്ചിട്ടാണ് നമ്മൾ നമ്മുടേതായ കാര്യങ്ങളും കൂടി ചേർത്തിട്ടാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. സമയം വൈകുന്നേരം 8 മണിയാണ് കേട്ടോ. ഞങ്ങൾ വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് മുന്നേ തീരുമാനം എടുത്ത പോലെ വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കാൻ തീരുമാനം അതിന് സാധനം ഉണ്ടാക്കണമല്ലോ. നമ്മൾ കുറേ നാൾ മുമ്പ് ബത്കൽ ബിരിയാണി, ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി. അപ്പോൾ അതുണ്ടാക്കി ഭയങ്കര ടേസ്റ്റാണ്. അതെന്ന് ഹെൽത്തി സാധനമാണ്. അതിൽ മുളക് പൊടി അങ്ങനത്തെ കുറേ സാധനങ്ങളൊന്നും ചേർക്കണില്ലേ നമ്മുടെ സാധാരണ ബിരിയാണിയുടെ ഇത്. അപ്പോൾ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഈ മീൻ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രുചി എങ്ങനെ ഇരിക്കും, നമ്മുടേതായ രീതിയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ വേറൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. എന്താ പറയേ, അന്ന് അരി 90% വേവിച്ച് ഇടണം, 80% വേവ്, 80% എന്നും പറഞ്ഞിട്ട് 80 ഉണ്ടായിരുന്നില്ല എന്നുകൊണ്ട് ഒരു 70% ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അരി വേവാണ്ട് എന്നാലോ ഈ ഗ്രേവിയും ചിക്കനും നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ അത് ശരിക്കും വെന്തിരുന്നെങ്കിൽ എത്ര ടേസ്റ്റ് ഉണ്ടായേനെ. അപ്പം ഇത് ശരിക്കും വേവിച്ച് ഇതൊന്ന് കഴിക്കണം, കഴിച്ചു നോക്കണം എന്നുള്ള ആ ഒരു അദമ്യമായ ആഗ്രഹത്തിന്റെ പുറത്ത് വാഞ്ച ചേട്ടന്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കനലിങ്ങനെ എരിഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് ആ കനൽ ആളിക്കത്തുമ്പോൾ എൻ്റെ അടുത്ത് പറയും നമുക്ക് ആ സാധനം ഉണ്ടാക്കണം. പിന്നെ ഇടയ്ക്ക് ആ കനലിങ്ങനെ പോയാലും അതിങ്ങനെ പുകഞ്ഞു നിൽക്കുകയായിരുന്നു. അവസാനം കഴിഞ്ഞ ഇറച്ച് അതൊന്ന് ആളിക്കത്തി. നമ്മുടെ അധോലോകം വരുമ്പോൾ നമുക്ക് അതുണ്ടാക്കാം എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ വീഡിയോ അത് നമ്മൾ ചെയ്ത സാധനം ആയാലും നമുക്ക് പിന്നെ ആലോചിക്കുമ്പോൾ അത് ഓർമ്മയുണ്ടാവില്ല. അപ്പം നമ്മൾ തന്നെ നമ്മുടെ വീഡിയോ എടുത്ത് നോക്കും. അപ്പോൾ ആ വീഡിയോ എടുത്ത് നോക്കി ഇതിന് ഇത്തിരി പണിയുണ്ട്, അപ്പോൾ ഇത് തൽക്കാലം വേണ്ടാന്ന് വെച്ചിട്ട് ആളിക്കത്തിയ കനലിനെ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ച് ചേട്ടൻ കെടുത്തി അവിടെ മാറ്റി വെച്ചൊക്കെയായിരുന്നു. ഇന്നിപ്പോൾ വൈകുന്നേരം ഇപ്പോൾ നല്ല മീൻ കിട്ടിയപ്പോൾ നമ്മുടെ അവിടെ കുട്ടലൊരു മീൻ വാങ്ങിക്കാൻ പോയപ്പോഴേ 160 കിലോയ്ക്ക് മീതിയുള്ള ട്യൂണയില്ലേ, മറ്റേ കേര എന്ന് പറഞ്ഞിട്ട് വാണ്ടാൻ ഇത്രയ്ക്കുണ്ട് അതിൻ്റെ വട്ടം. ആ സാധനം തന്നെ. അപ്പോൾ ഞാൻ അതിൻ്റെ മീൻ വാങ്ങിച്ചു. അതിൻ്റെ പീസുകളാണിത്. എന്തുട്ട മീൻ എന്നറിയോ? അപ്പോൾ ഇതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ പാടില്ലേ ശരിക്കും. ഈ മീനും അങ്ങനെ സാധനം കൊണ്ടൊക്കെ ഉണ്ടാക്കാം. നമ്മൾ ഇതുകൊണ്ട് ഇതുകൊണ്ട് കിച്ചാറൊക്കെ ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാം. ഇതുകൊണ്ട് ഉണ്ടാക്കി നോക്കണല്ലോ. നമുക്കും പരീക്ഷണങ്ങളാണല്ലോ. മീൻ വെച്ചാലും വറുത്താലും ഒന്നും ഇഷ്ടമില്ല. ഇതിന്റെ കഷ്ണങ്ങളൊന്നും ഞാൻ കഴിക്കില്ല. ഇത് ബലം വെച്ച് ഇങ്ങനെ എടുക്കും അല്ലേ. എന്തെങ്കിലും ആവട്ടെ, നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചു. നമുക്ക് ഈ മീനിലേക്ക് ആദ്യം തന്നെ നമ്മൾ ഉപ്പിടണം കേട്ടോ. ഇനി മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ. അന്ന് ചെയ്ത ചിക്കന് പകരം മീനാണെന്ന് മാത്രം, വേറെ ഒരു മാറ്റം വരുത്തില്ലല്ലോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് ഇങ്ങനെയായിട്ട് മിക്സ് ചെയ്യണു. ഇതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ തൈര് ചേർക്കുന്നുണ്ട്. നമ്മളിപ്പോൾ തൈര് ചേർക്കുന്നില്ല. മീനിൽ തൈര് ചേർത്തിട്ട് ആരെങ്കിലും വറക്കുമോ? ഇല്ല. നമ്മൾ ഈ മീൻ പൊടിയാണ്ടിരിക്കാനായിട്ട് ഇതിന് ചെറുനാരങ്ങ നീര് ചേർക്കാം, അല്ലെങ്കിൽ ചുറുക്ക ചേർക്കാം. അല്ല, അതിപ്പോൾ വേണ്ട, ചെറുനാരങ്ങ നീര് ചേർക്കണ്ട. ഈ 3 സാധനത്തിൻ്റെ കൂടെ ചിക്കനിലാകുമ്പോൾ തൈര് ചേർക്കേണ്ടത് മനസ്സിലായോ? നമ്മൾ തൈര് ചേർക്കണില്ല, സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണല്ലോ. അല്ല ചിക്കൻ അല്ല മീനിലിങ്ങനെ തൈര് ചേർത്തിട്ട് വറക്കില്ലല്ലോ. അതാ പറഞ്ഞേ, മീനിന് തൈരിന് പകരം വിനാഗിരിയോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ ചേർത്താൽ മതിയോന്ന്. അത് പിന്നെ ചേർക്കുന്നു, ഇനി ചേർക്കേണ്ട സമയമുണ്ട്. അപ്പോൾ ഇത് പരട്ടിയിട്ട് മാറ്റി വയ്ക്കുന്നു, ഇവിടേക്ക് മാറ്റി വെച്ചു. ഇനി നമ്മൾ എടുക്കുന്നത് അരിയാണ് കേട്ടോ. അരി ഒരു 1/2 കിലോ അരി എടുക്കുന്നുണ്ട് ഞങ്ങൾ. ഇത് 2 കപ്പിന് മീതിയുള്ള അരി ഉണ്ട് കേട്ടോ. എല്ലാവരും പറയണത് തന്നെ ഒരു കുറ്റം പറയുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാൻ പോവാണ്. ഞാൻ അരിയുടെ വില പറയണമെന്ന്. അല്ല, അരിയുടെ വില പറയണോണ്ട് കുഴപ്പമില്ല. അത് വേറെ ആളുകൾ കഴിക്കാൻ വന്നേക്കാണ്, നമ്മൾ വെച്ചാണ്. അവർ കഴിക്കുമ്പോഴാണ് ഈ പറയണേ ഇത് ഇത്ര വരെ അരിയാണ് കേട്ടാ. ഞാൻ എന്തുകൊണ്ടാണ് പറയണത്, അത് അത്രയും അവർ നല്ല ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ അരിയുടെ ഇതിലാണ് അത് നിൽക്കുന്ന ടേസ്റ്റ് എന്ന് പറഞ്ഞ എൻ്റെ ഉദ്ദേശമല്ല. ഞാൻ അരിയുടെ ഉദ്ദേശിക്കണം. പക്ഷെ കഴിക്കണവർക്ക് വില പറയില്ല. 250 നമ്മള് മാത്രമല്ല പറഞ്ഞോ. 236 എൻ്റെ വില പറയണില്ല എന്ന് പറഞ്ഞ അപ്പൊ തന്നെ വില പറയണം. അല്ല, ഞാൻ നല്ല അരി ആയതുകൊണ്ട് നമുക്ക് ഒന്ന് കഴുകിയിട്ട് അതൊരു 20 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വയ്ക്കുക. ചെല്ലി നമുക്ക് എന്നിട്ട് മീൻ വറക്കാട്ടാ.
ഇതിന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അത് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കരുത്. അപ്പോൾ അരി സരിത കഴുകി കൊണ്ടിട്ടുണ്ട്, അതിൽ വെള്ളം ഒഴിച്ച് ഇത് മാറ്റി വയ്ക്കുക. അതാ അന്ന് ചെയ്ത ഒരു അബദ്ധം എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മൾ ചോറ് വേവിച്ചു അത് മാറ്റി വെച്ചു. അപ്പം അത് ഇതൊക്കെ ബാക്കി എല്ലാ സാധനങ്ങളായി വരുമ്പോഴത്തേക്കും അതിരുന്ന് മുറുകി, അതാണ് ഉണ്ടായത്. ഇത്തവണ അങ്ങനത്തെ പറ്റാൻ പാടില്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് നമ്മൾ അരി വയ്ക്കല് ലാസ്റ്റത്തേക്ക് മാറ്റി. നമ്മളേ ഇതിൽ അതിൽ ചിക്കൻ വറക്കലൊന്നും ഇല്ല, പക്ഷെ മീനൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ നമ്മുടേതായ രീതിയിലാണ് അതിൽ ഓയിലും സൺഫ്ലവർ ഓയിലും നെയ്യാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മുടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നെയ്യ് ഉപയോഗിക്കില്ലേ? നെയ്യ് ഉപയോഗിക്കും, സൺഫ്ലവർ ഓയിലിന് പകരം വെളിച്ചെണ്ണ ഉപയോഗിക്കാം. നമുക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുകയില്ലേ? വേണ്ട, അത് എൻ്റെ ആവശ്യമില്ല. പിന്നെ കുപ്പി കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ, അത് ഈ അരി വേവിക്കുമ്പോൾ അതിലേക്ക് 2 തുള്ളി ഇടാനായിട്ട്. വെളിച്ചെണ്ണ ശരിയാവില്ല അല്ലേ? അതിലോ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്, വെളിച്ചെണ്ണ ആരും ചീനി കണ്ടിട്ടില്ല. രാത്രി ചെയ്യുമ്പോൾ ഒരു ദൂഷ്യം എന്നിട്ടെന്നറിയോ, ഏതെങ്കിലും പ്രാണികളെ ചെറിയ ഇതിലൊക്കെ ഇങ്ങനെ പറന്ന് വിടാൻ സാധ്യതയുണ്ടെന്ന് പറയാം. അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. ചുറ്റുമുള്ള ലൈറ്റുകളെല്ലാം കത്തണതാണെങ്കിൽ അതിട്ട് വെക്കുകയാണെങ്കിൽ പ്രാണികളൊക്കെ അങ്ങനെ പോയാണ്. ഈ ലൈറ്റുമ്പിലേക്ക് വരും. നമ്മൾ കുറച്ച് സമയമാണ് നമ്മൾ മീൻ പറ്റി വെച്ചിട്ടില്ല. നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് വെറുതെ ഒന്ന് വറുത്തെടുക്കാം. വെറുതെ ഒരു ചെറിയൊരു ഇത് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഈ പാത്രം ഇപ്പോൾ ആളുകളെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ അടിപൊളി പാത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ലിങ്ക് ചോദിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഉപയോഗിക്കണതിൻ്റെ ഒക്കെ ലിങ്കുകൾ നമ്മൾ ടാഗ് ചെയ്ത് വെക്കാം. അതെങ്ങനെ കിട്ടാന്ന് പറയാം, ടാഗ് ചെയ്ത് വെക്കാന്നുള്ള ആളുകൾക്ക് മനസ്സിലാവില്ല ചിലർക്ക് കുറേ പേർക്ക്. അത് എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ സ്ക്രീനില്ലേ, നമ്മുടെ ഫോണിൻ്റെ ഇങ്ങനെ സ്ക്രീനാണ്, ഇതിൻ്റെ ഈ അറ്റത്ത് ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ അറ്റത്ത് ഇങ്ങനെ ഒരു ഐക്കൺ കാണാം, ഒരു ഒരു ബാഗ് പോലത്തെ ഒരു ഐക്കൺ. അപ്പോൾ അതുപോലെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് കാണും. നമ്മൾ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ ഒരു ഐക്കൺ വരുള്ളൂ കേട്ടോ. അപ്പോൾ അതുമേ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ പ്രോഡക്ട്സ് എന്ന് പറയും. അപ്പോൾ അതുമേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാഗ് ചെയ്ത് വെച്ചത് ഏതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിൽ വരും. വാങ്ങിക്കണോ വാങ്ങിക്കണ്ടേന്നൊക്കെ തീരുമാനിക്കാം. സ്ക്രീനിൽ തൊട്ടാൽ മതി, അല്ലെങ്കിലും സ്ക്രീനിൻ്റെ എവിടെയെങ്കിലും തൊട്ടാലും മതി. സ്ക്രീനിൻ്റെ എവിടെയെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ഈ ഐക്കൺ വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഐക്കൺ വരില്ല കേട്ടോ. മീൻ മറക്കാം നമുക്ക് കേട്ടോ. ഷോർട്സ് ആണെങ്കിൽ ആ പ്രോഡക്റ്റ് അതിങ്ങനെ എപ്പോഴും ഫുൾ ടൈം അതിൽ നിൽക്കുന്നുണ്ടാവും സ്ക്രീനിൽ വലുതായിട്ട്. പക്ഷേ നോർമൽ വീഡിയോ ലെങ്തി വീഡിയോസിൽ അങ്ങനെ നിൽക്കുന്നുണ്ടാവില്ല. അത് സ്ക്രീനും ഒന്ന് ടച്ച് ചെയ്താലേ വരുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ വറക്കുന്നു. ഈ 2 കപ്പ് അരിയിലേക്ക് ഇത്രയ്ക്കധികം മീനൊന്നും വേണ്ട എനിക്ക്. പിന്നെ വെറുതെ ഞാൻ നിൽക്കണതല്ല, മീൻ കൂടുതലാണ് മീൻ കേട്ടാ. മുഴുവൻ ചേട്ടൻ തിന്ന് കഴിക്കണ്ടെന്ന് ആലോചിച്ചിട്ട് ചേട്ടൻ ഇതിൽ ഇത്തിരി മുളക് പൊടി ഇടായിരുന്നു അല്ലേ? മുളകില്ലല്ലോ. ഓ, എന്നാൽ പച്ചമുളക് അരച്ചതിൽ ചേർക്കായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല, ഇത് വെറുതെ വറക്ക വേണ്ടോ. സരിത പറഞ്ഞിട്ടാണ് ഇത് വറക്കണത്, അല്ലാണ്ട് ഞാൻ വറക്കണ്ടെന്ന് വിചാരിച്ചത് ആദ്യം. ഞാൻ മീൻ പൊടിഞ്ഞാലോ ചേച്ചിട്ട് പറഞ്ഞതാ. അവള് പേടിച്ചു. ചിക്കൻ വറക്കാണ്ടാണല്ലോ അതിൽ ചെയ്യണേ. അല്ല നമ്മൾ പറഞ്ഞല്ലോ ബക്കൽ ബിരിയാണി ഇന്ന് മുഴുവനായിട്ടില്ല, അതിലത്തെ കുറെ കാര്യങ്ങൾ എടുത്ത് സ്വാംശീകരിച്ചിട്ടാണ് നമ്മുടേതായ കാര്യങ്ങളും കൂടി ചേർത്തിട്ടാണ് ഇത് ചെയ്യണേ. എൻ്റെ മുഖത്ത് ഇവിടെ വലിയൊരു കുരു വന്നു, അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി കറക്റ്റ് അതേ സ്ഥലത്ത് ഇവിടെ വന്നു. 2 പാട് കാണുന്നത് എന്തിട്ടാണാവും നിങ്ങൾ വിചാരിക്കണ്ടോ, മുന്നത്തെ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. വല്ലപ്പോഴേ വരുള്ളൂ, വരുന്നത് നല്ല എന്താ പറയുക, അതേ നല്ല ഇതിൽ വരും. ഈ പാത്രം നല്ല വിലയില്ല കേട്ടോ, 3000 ചില്ലറ വിലയുണ്ട് ഈ പാത്രത്തിന്, ഈ വറക്കണ പാത്രത്തിന്. ട്രൈപ്ലൈ ആണ്. അതായത് ഇതിൽ ഇപ്പോൾ നമുക്ക് ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ പോലെ ഉരച്ച് പാത്രമൊക്കെ ഇങ്ങനെ നന്നായി ഉരച്ച് കഴുകാം, ഒരു കുഴപ്പമില്ല. പിന്നെ ഈ സ്റ്റീലിൻ്റെ ഇതൊക്കെ ഉപയോഗിക്കാം, ചട്ടക അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്തും ഉപയോഗിക്കാം. മറ്റെല്ലാം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കോറിൽ വീഴില്ലോ. വറക്കാനൊക്കെ നല്ല പാത്രം, അത് അത്യാവശ്യം നല്ല ഭക്ഷണമുണ്ട്, നല്ല കനമാണ്, ഭയങ്കര കന. നമ്മുടെ നായരമ്പലത്തിലത്തെ ബിന്ദു ചേച്ചി പറഞ്ഞിട്ടല്ലേ ഇങ്ങനത്തെ വാങ്ങിച്ചത്. ആളല്ലേ കൂടുതൽ ഉപയോഗിക്കുന്നത്. പാത്രങ്ങളായാലും എല്ലാ സാധനങ്ങളായാലും നല്ല ഹൈ ക്വാളിറ്റിയുള്ള നല്ല സാധനങ്ങളാണ്. നമ്മൾ പറഞ്ഞില്ലേ ഒക്കെ 25 കൊല്ലം എത്തിയ പാത്രങ്ങളാണ്. കണ്ടു കഴിഞ്ഞാൽ ഇന്നലെ വാങ്ങിച്ചുള്ളൂ എന്ന് തോന്നും, അതേപോലെ ഇരിക്കണം. അപ്പം നല്ല വിലയുണ്ട് പാത്രങ്ങൾക്ക്. ആ കുക്കറിന് എത്ര 25,000 രൂപ അങ്ങനെയൊക്കെ ഭയങ്കര വിലയുണ്ട്.
അപ്പോൾ ആ വില എത്ര കൊല്ലം മുമ്പ് വന്നറിയോ? 10-25 കൊല്ലങ്ങൾക്ക് മുമ്പ് 25,000 രൂപ റേറ്റ്. നമ്മളൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്തത് പിന്നെ നമുക്ക് അത് വാങ്ങിക്കേണ്ടേ വരില്ല. ഒരു വില കൂടിയാലും നല്ല സാധനം വാങ്ങിച്ചു കഴിഞ്ഞാലേ. ചെറുതായിട്ടൊന്ന് വറക്കാട്ടെ, നമുക്ക് മറിച്ചിടാൻ പറ്റുമോ നോക്കാട്ടെ. ആ, മറിച്ചിടാൻ പറ്റും, സുഖമാണ്. കണ്ട ഭയങ്കരമായിട്ട് മൊരിക്കണ്ടല്ലോ സരിത. അതൊക്കെ ചേട്ടൻ്റെ ഇഷ്ടം. അയ്യോ, ഇതങ്ങനെന്താ ഓടി നടക്കണത്? നമ്മൾ ഈ ട്യൂണ മീനില്ലേ, ട്യൂണ, അത് ഇന്നാൾ ജപ്പാനിലത്തെ ഒരു ഹോട്ടലുകാരൻ ലേലം പിടിച്ചെടുത്തോണ്ട് 250 കിലോ തൂക്കുള്ള മീനിനെ ലേലം പിടിച്ചെടുക്കുന്നത് എത്രയ്ക്കുന്നറിയ? 26 കോടി രൂപയ്ക്കാണ് ഒരു മീനിനെ. 250 കിലോ തൂക്കുള്ള മീനിനെ 26 കോടി രൂപയ്ക്ക്. എന്താ മീനിൻ്റെ പ്രത്യേകത? അത് ട്യൂണ എന്ന് പറഞ്ഞ മീനാണ്. ജപ്പാൻകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാണ്. ഇങ്ങനെ സ്ലൈസുകളായിട്ട് പഴച്ചോട ഈ തുന്തുരൊക്കെ മറ്റേ സാധനം ഉണ്ടാകുമ്പോൾ. അതൊക്കെ മനസ്സിലായി. പക്ഷെ അതിനെന്തുകൊണ്ട് എത്ര വില വരാൻ കാരണം? അത് അയാൾ ഇത് പറഞ്ഞു, 26 കോടി രൂപയ്ക്കാണ് ലേലം വിളിച്ചെടുത്തത്. 250 കിലോ തൂക്കുള്ള മീനാ. മുന്നത്തെ ലോക റെക്കോർഡ് 12 കോടിയായിരുന്നു. ഈ 260 കിലോ തൂക്കുള്ള ഒരു 252 കിലോ തൂക്കുള്ള വേറൊരു ടൂണനെ ഇങ്ങനത്തെ മീനിനെ ലേലം വിളിച്ചു കൊടുത്തുകൊണ്ട് 12 കോടിക്ക് അടുത്താണ്. അപ്പം അതിനൊക്കെ ബ്രേക്ക് ചെയ്തു. മീനല്ലേ, ഇതിന് തിന്നാൻ തന്നെയല്ലേ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, വേറെ ഉപകാരമൊന്നും ഇല്ലല്ലോ. അവരതുകൊണ്ട് ഒരു പീസിന് ചിലപ്പോൾ അവർ ഒരു 10-50 ലക്ഷം വാങ്ങിക്കും. അതിൻ്റെ ഒരു കുഞ്ഞൊരു കഷ്ണം പീസ് ഭക്ഷിക്കണമെങ്കിൽ. അല്ലാണ്ട് വെറുതെ തലയ്ക്ക് പൊട്ടന്മാരെന്നല്ലല്ലോ. 10-26 കോടി രൂപ മുടക്കിയിട്ട് ഒരു മീൻ വാങ്ങിക്കും. ചത്ത മീനെയാണ് ഇത് വാങ്ങിക്കാനായിട്ട്. 26 കോടി, 250 കിലോ തൂക്കം. അപ്പോൾ 1 കിലോന് 2.5 ലക്ഷത്തിന് മേലെ വന്നൂലേ? 2 ലക്ഷം വരെ അല്ല, എത്ര വരെ കണക്ക് കൂട്ടി ചേട്ടനല്ല കണക്കിൽ പുലി. ഞാനല്ല, നീല കണക്ക് പഠിപ്പിക്കാൻ സെക്കൻഡുകൾക്കുള്ളിൽ ഇങ്ങനെ എനിക്ക് പെട്ടെന്ന് കണക്കൂട്ടി പറയില്ല ഓരോന്നും. ഞാൻ പറയണമെന്നില്ല, തെറ്റിയല്ലോ. നമ്മുടെ ചാർലി കിടക്കുന്ന നോക്കിയേ നിശബ്ദമായിട്ട്. ഇമ്രാൻ അവിടെയും കിടക്കുന്നുണ്ട് കേട്ടാ, 2 പേരും അവിടെ കിടക്കുന്നുണ്ട്. ചെറുതായിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൊരു പതിവ് എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലത്ത് അവർ പുലർച്ചയ്ക്ക് ആവാറാകുമ്പോൾ ചാടും. അങ്ങനെ ചാടി പച്ചപ്പും ഹരിതാപയൊക്കെ ആസ്വദിച്ച് ശുദ്ധവായൊക്കെ ശ്വസിച്ച് നല്ല സന്തോഷത്തോടു കൂടി തിരിച്ച് ഒരു 6-7 മണി 8 മണിക്ക് ആകുമ്പോൾ തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വന്ന് കഴിയുമ്പോൾ ചേട്ടൻ പിടിച്ച് കൂട്ടി 4 പെട കൊടുക്കും. ഇതാണ് ഇപ്പോഴത്തെ അവരുടെ റുട്ടീൻ. ഇതിങ്ങനെ തുടർന്നു പോകുന്നു. ശിക്ഷ കൊടുക്കും. എന്നിട്ട് ചേട്ടൻ പറഞ്ഞു, അടിയേക്കാളും ഇതിൽ മരുന്നില്ല, ഇനി ചാടിയുണ്ടെങ്കിലേ കാല് തല്ലിയൊടിക്കുന്നൊക്കെ പറയും. എവിടെ ഒരു കാര്യമില്ല. അവർ തിരിച്ചു പറയണ്ടാവും, ഞങ്ങൾക്കിപ്പോൾ ഇതൊരു ശീലമായി, ഇതില്ലാതെ വയ്യെന്നായിരിക്കുന്നു. എല്ലാ ദിവസവും കാലത്ത് ആ 2 പെട കിട്ടിയാലൊരു സുഖമുള്ളൂ. ഒന്നുമില്ല, അനുസരണശീലം വളരെ വളരെ നല്ലതാണ്. അതില്ലല്ലോ. അല്ല, 2 പേരും ഇപ്പോൾ ശാന്തമായിട്ട് കിടക്കണ്. അത് നമ്മളുണ്ടെങ്കിൽ കിടക്കും, നമ്മൾ ഉള്ളിലേക്ക് കയറി അപ്പം പോവും. മീൻ വറുത്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ മീൻ നോക്കിയാൽ വറുത്തത് ഇങ്ങനെയാക്കിയിട്ടാ. ഈ വെളിച്ചെണ്ണ മാത്രം നമുക്ക് നഷ്ടപ്പെടുന്നൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ അത് വീണ്ടും ഉപയോഗിക്കാം. വറുത്തത് എടുക്കണം കേട്ടോ, ഇങ്ങനെ ആക്കണല്ലോ കേട്ടോ. ഇത് വെച്ച് കഴിയുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ എല്ലാ മീൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. മീൻ വെച്ച് ചെയ്തത് ടേസ്റ്റ് ഉണ്ടോ പരാജയപ്പെട്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്കിത് ഉണ്ടാക്കി കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല സരിത? ഇത് വറക്കണതിന് മാത്രമേ സമയം പോകുള്ളൂ. പിന്നെ ഇതൊക്കെ അരിയാനൊക്കെ ഇപ്പം ഇത്രയ്ക്ക് സബോള ഇതൊക്കെ അരിയാനൊക്കെ ഉള്ളൊരു ടൈം. വറുത്ത് മാറ്റി വെച്ചു കേട്ടോ. അതായത് നമ്മൾ വറുത്ത് കോരി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പ് തയ്ക്കുന്നു കേട്ടോ. നമ്മുടെ പാത്രം ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ വറുത്തിട്ടുള്ള വെളിച്ചെണ്ണയില്ലേ, അത് സ്വല്പം അതിൽ ബാക്കിയുള്ളത്. ഇനി 2-3 ഏലക്കായ, ഒരു സ്വല്പം കറുവപ്പട്ട, കരയാമ്പ്, 3 കരയാമ്പ് ഇട്ടു കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എത്ര സബോള എടുത്തിട്ട് സരിത? 3 വലിപ്പുള്ള സബോള ഇരുന്നു കേട്ടോ. ഇളക്കിട്ടോ. ഇതിലിപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് വേറെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും മതിട്ടാ. അതിപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ ഒഴിക്കേണ്ടത്. നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നോക്കാമെന്ന് വെച്ചിട്ടുണ്ട്. അതല്ല,
സൺഫ്ലവർ ഓയിൽ കഴിഞ്ഞു. അടി വരക്കാനായിട്ട് ഒരു പൊട്ടുള്ളോ. നമ്മൾ പെട്ടെന്നെടുത്ത തീരുമാനമാണ് ഈ സാധനം ഉണ്ടാക്കാന്നിപ്പോൾ. ഒന്നാമത്തേൽ വൈകുന്നേരം ഇങ്ങനത്തെ ഹെവി ഫുഡ് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. പരമാവധി ഭക്ഷണം കഴിക്കാറില്ല. അരിയിലേക്ക് ഒഴിക്കാനുള്ള സൺഫ്ലവർ ഓയിലുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ പ്ലേറ്റ് മാറ്റിയത് ഇങ്ങനെ. വെളിച്ചെണ്ണ അപ്പം നമ്മൾ എന്ത് പറയും, സൺഫ്ലവർ ഓയിൽ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല, വെളിച്ചെണ്ണയാണ് കുഴപ്പമില്ലാത്തത്, അതുകൊണ്ട് ഞങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നു എന്ന് പറയും. അതന്നെ. ഇതിലേക്ക് ഒരു പൊട്ടുപ്പിടണം. നമ്മുടെ സവാള അങ്ങനെയുണ്ട് വാടി ഈ ലെവലാകുമ്പോൾ പച്ചമുളകല്ലേ, ഒരു 5-10 പച്ചമുളക് മിക്സിയിൽ അരച്ചതാണ് നമ്മൾ ചേർക്കുന്നത്. ഇതാണ് ഇതിലത്തെ മെയിൻ എരിവ് എന്ന് പറയാനായിട്ട് സാധനം. വേറൊന്നുമില്ലല്ലോ, കുരുമുളക് പൊടിയില്ല, മുളക് പൊടിയില്ല, ഒന്നുമില്ല. ഇതൊക്കെ പച്ചമുളക് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ തിരികെ ഇടണം കേട്ടോ. സ്വല്പം ഒരു 1-1.5 ടീസ്പൂൺ നന്നായി മൂക്കട്ടെ. അത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു 2-3 തക്കാളി കുനുകുനുങ്ങനെ അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കണം കേട്ടോ. 4 തക്കാളി ഉണ്ടായിരുന്നു. അത് അത്ര വലുതല്ലല്ലോ, അതെ ചെറുതുകളാ. നന്നായി അതങ്ങോട്ട് ജോയിൻ്റ് ആവണം, നല്ല പോലെ വഴറ്റി പരുവാവണം. ഒരു പൊട്ട് ഉപ്പ് കൂടിയുണ്ട് കേട്ടോ എനിക്ക്. നമ്മൾ ഇനി ചെയ്യാൻ പോണ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ പറ്റി വയ്ക്കുമ്പോൾ തൈര് ചേർക്കും. അത് നമുക്ക് മീനിൽ ചേർക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഈ ചാറിലേക്ക് ഒരു ഇത്തിരി തൈര് കേട്ടോ, ഒരു അധികം ചേർക്കണമെന്നില്ല, ഒരു ശരിക്കും പറഞ്ഞാൽ 1/2 ലിറ്റർ തൈര് ചേർക്കണം ഒരു കിലോ ചിക്കനിലേക്ക്. പക്ഷെ അത് കുറച്ച് മീനല്ലേ ഉള്ളൂ. പിന്നെ മീനും തൈരും വിരുദ്ധാഹാരമാണ്. അതുകൊണ്ട് വിനാഗിരി ഓർ ചെറുനാരങ്ങ നീര് ചേർക്കാൻ ഞാൻ പറഞ്ഞു ചേട്ടനോട്. പക്ഷെ ചേട്ടൻ തൈര് ചേർത്തേ പറ്റൂ എന്നുള്ള വാശിയിലാണ്. പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഞാൻ സ്ഥിരം പറയുന്ന ഡയലോഗ് പറഞ്ഞു, എന്തേലും ആയിക്കോ. ഇങ്ങനെ തൈര് വെന്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും അല്ലേ? അത് വേവും. ഇതിങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇടാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി. ഒരു അടിപൊളി കൂട്ടായിട്ട് മാറിയിട്ടത് ഇതിലും ആവട്ടെ. ഇത് ഒരു കുഴമ്പ് പരിവായിട്ടാണ്. കുഴമ്പ് പരിവായി വയ്ക്കുമ്പോൾ നമുക്ക് അതിലേക്ക് മീനിലിടാം കേട്ടോ. മീൻ വറുത്ത് വെച്ച മീനിടണം. കുടയില്ലായിരുന്നുണ്ട് ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് വറുത്ത കാരണം കുടയില്ല. പിന്നെ ഈ മീൻ ഇത്തിരി കട്ടി കൂടുതലാണല്ലോ. ഇത്തിരി നൈസ് തീരിക്കുക, നൈസ് തീയിട്ടാ, ചെറിയ തീയിൽ ഒരു നോക്കിയാൽ നൈസ് തീയിൽ ഒരു 5 മിനിറ്റ് വരെ നമുക്ക് ഇങ്ങനെ മൂടി വയ്ക്കാം. വെന്തിട്ടിലാണ് എന്നാലും നമുക്ക് ആ മസാലയിട്ടൊന്ന് പിടിക്കാനായിട്ടേ 2-3 മിനിറ്റ് ആയിട്ടാണ്, 3-4 മിനിറ്റായി. അപ്പോൾ നമുക്ക് തുറക്കണം കേട്ടത്. തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മല്ലിയില കുറച്ചിടാം, പുതിനയില കുറച്ചിടാം, പിന്നെ ഒരു ചെറുനാരങ്ങ നീര് ഒഴിക്കുക, ഇളക്കി വയ്ക്കാം. ഇതാണ് നമ്മുടെ കൂട്ട് കേട്ടോ. അടിപൊളിയില്ലേ സാധനം. മൂടിയിട്ട് നമുക്ക് ഇറക്കി വച്ചിട്ട് അരി വയ്ക്കാം. അല്ലെങ്കിൽ മുന്നത്തെ പോലെ നമുക്ക് അബദ്ധം പറ്റാൻ വഴിയില്ല. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ആദ്യം നമ്മൾ ചോറ് വയ്ക്കണ കാര്യമാണ് ആദ്യം ചെയ്തത്. അപ്പം മൂടി വയ്ക്കും. ഇനി നമുക്കിത് ഇറക്കി വെച്ചിട്ട് നമുക്ക് അരിയുടെ വെള്ളം വയ്ക്കാം. നമുക്ക് അബദ്ധം പറ്റാൻ പാടില്ല. നമ്മൾ വെള്ളം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു കറുവപ്പട്ട, പിന്നെ 2 കരയാമ്പൂ, 2-3 ഏലക്കായ ഇട്ടു കേട്ടോ. പിന്നെ നമ്മൾ ഒരു സ്വല്പം സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ച് ആരും ചെയ്യുന്ന കണ്ടിട്ടില്ല. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒരു മണം ചോറിന് നിൽക്കും. പിന്നെ നമ്മളിതിലേക്ക് ഉപ്പിടണം കേട്ടോ. ഉപ്പത്തിരി മുന്നേക്ക് നിൽക്കണമല്ലോ, നമുക്ക് നോക്കാം. നമ്മുടെ വെള്ളം അവിടെ തിളയ്ക്കാറായി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ അരിയിലത്തെ വെള്ളം ഊറ്റി കളയാട്ടോ. അത് 10-25 മിനിറ്റായി തോന്നുന്നുണ്ട്. നമ്മുടെ വെള്ളം തിളച്ചു. അപ്പോൾ നമുക്ക് അരിയിലേക്ക് ഇടാം. ഒന്ന് വെറുതെ ഇളക്കാം.
ഉപ്പില്ലേ മുന്നേക്ക് നിൽക്കണ ഇതിലേ. നമ്മുടെ ചോറ് വേവാറായി കഴിഞ്ഞിട്ടാണ് ഒരു 95% വേവിലാണ് നമ്മൾ കോരിടാൻ പോകുന്നത്. അന്ന് നമ്മൾ ഒരു 70% 70-80% ഇട്ട കാരണം നമുക്കിതിൻ്റെ ടേസ്റ്റ് ശരിക്കും ആസ്വദിക്കാൻ പറ്റില്ല. ഇപ്പോഴോ ഇപ്പം എത്ര ശതമാനമായി? ഇപ്പോൾ ഒരു 85% ഒരു ചെറിയൊരു പിടുത്തം കൂടി ഉള്ളിൽ കായ്ക്കപ്പടിക്കുന്ന തുണി എടുത്ത് പോകണമെന്നില്ലേ. അപ്പോൾ നമുക്ക് അയ്യോ ഞാൻ നേരത്തെ പോയി എടുത്തിട്ട് വന്നേ. ഇനി വേണ്ട, അത് നല്ല ലീൻറ്റ് നമ്മുടെ അരിയില്ലേ, അരി വെന്തു. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റിയിട്ട് പോറ്റിയെടുക്കണം. നമ്മൾ അയ്യോ ദോശക്കല്ലില്ലേ അതിവിടെ വയ്ക്കണം. ദോശക്കല്ലൊന്ന് ചൂടാവണ വരെ തീ തരി ലേശം കൂട്ടിയിരിക്കാം. ഇനി നമ്മുടെ മീനിൻ്റെ സാധനം ഇവിടേക്ക് വെച്ചിട്ട് നോക്കിയാൽ ഇത് തുറക്കട്ടെ. ടടണ്ടടേ. ഇനി അതിലേക്ക് നമ്മുടെ ഈ ചോറില്ലേ കോരി ഇടാൻ പോവാണ് കേട്ടോ. നല്ല ചൂടുണ്ട്. മറ്റേത് മുന്നേ നമ്മൾ തണുത്ത സാധനമാണ് അരിക്ക് ഇട്ടത് അല്ലേ. ഇനി വേവ് കൂടുമെന്ന് എൻ്റെ പേടി. വേവ് കൂടില്ല. ഇട് നേരി വെള്ളം ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല, അത് പറ്റും. ചോറിടുന്നു ചെറിയ തീയിലാണ് കേട്ടോ ദോശക്കല്ല് ചൂടാക്കുന്നത്. മറ്റേ അരി കൊണ്ട് ചെയ്യായിരുന്നു അല്ലേ, ജീരകശാല കൊണ്ട്. ഇതുകൊണ്ടാ ചെയ്യാ. അല്ല അതിപ്പോൾ നമ്മളിപ്പോൾ സൺഫ്ലവർ ഓയിൽ മാറ്റി വെളിച്ചെണ്ണയാക്കി സ്ഥിതിക്ക് നമുക്ക് ഈ അരി മാറ്റി ഇട് നേരി വെള്ളം ഉണ്ടായി കുഴപ്പമില്ല. ആക്കാലോ. ആഹാ എന്തൊരു ഭംഗി കാണാൻ. വെള്ളം പറ്റും. ലാസ്റ്റ് ഇറങ്ങും. തീ വേണേ കുറച്ചോട്ടെ ചേട്ടാ. തീ കുറവ് തന്നെയാ. തീ ഞാൻ കൂട്ടിണ്ടായിരുന്നു. നൈസ് തീര് മതി. നമ്മൾ ചോറിട്ടിട്ട് അത് വറുത്തണം. ഈ മല്ലിയിലയും പുതിനയിലേക്ക് എടുക്ക്. നമ്മൾ മല്ലിയില, പുതിനയില, ഇനി ഒരു സ്വല്പം നെയ്യിട്ടാ. ഇതുള്ള പരിപാടി കഴിഞ്ഞു. അണ്ടിപ്പരിപ്പും ഇതൊന്നും ഇല്ല. മൂടി വയ്ക്കണു. ഇനി വേണമെങ്കിൽ ഒരു 10-15 മിനിറ്റ് നേരം ഇരുന്നാൽ മതി. വേണമെങ്കിൽ നമുക്ക് മൈദ കുഴച്ചിട്ട് ഇതിന് ചുറ്റും ഇങ്ങനെയാണ്ട് വെച്ച് വേണമെങ്കിൽ പിടിപ്പിക്കാം. ഞങ്ങൾ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നല്ല സ്ട്രോങ്ങിലാണ്ട് ഇരുന്നോളും. ഇനി ഒരു 15 മിനിറ്റ്. അപ്പോൾ ഒരു 10-12 മിനിറ്റ് ആയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നിർത്താം. ഇതിന് നമുക്ക് തീ ഓഫ് ചെയ്തു. നമുക്കിത് ഇരുന്ന് ഇറക്കി വയ്ക്കാം. ഇതിങ്ങനെ തുറക്കാം. ആവി പറിക്കുന്ന സാധനം ഇത് നമ്മുടെ ഇതെടുക്കാൻ പോകണം കേട്ടോ. എവിടെ ഡോളർ എവിടെ? ജഗ്ഗു കൂടെ വന്നിട്ടുണ്ട് കേട്ടാ. ജഗ്ഗു പഠിക്കായിരുന്നു. പക്ഷെ മുഖം കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഉറങ്ങായിരുന്നു എന്ന്. പക്ഷേ ആവി പറക്കുന്ന ബിരിയാണി ഇത് എനിക്കുള്ള എടുക്കട്ടെ. അത് ആർക്കുള്ളത്? അപ്പോൾ അത് ജഗ്ഗുവിന്. ഓക്കെ. നല്ല പൂ പോലത്തെ ബിരിയാണി. സരിതിക അതിൽ കഴിക്കുന്നത് ഇതിൽ കഴിക്കുന്നത്. എനിക്ക് ഒരു ലേശം ടേസ്റ്റ് ചെയ്യാൻ മതി. എനിക്ക് കഴിക്കണം എന്നില്ല. ഞങ്ങൾ സർലാസ് അതായത് റൈത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ല ചേട്ടാ. അച്ചാറുണ്ട് വീട്ടിൽ, അവിടെ ഉണ്ട്. അതിൻ്റെ ആവശ്യമില്ല. റൈത്ത ഫിഷ് ബിരിയാണിക്ക് ഉപയോഗിക്കൂ. ഉണ്ടാവൂ, കഴിക്കൂ. എന്നിട്ട് തോന്നണേ ചോറ് വെറുതെ വാരി തിന്നാം. ചോറ് എന്തുണ്ട് പ്രാവശ്യം? കറക്റ്റ് വേവ്. ഒരു കടുക് മണിക്ക് അങ്ങടോ ഇങ്ങോട്ടോ ഇല്ല, ഒരു കടുക് മണിക്ക് ഇങ്ങടോ ഇല്ല. ചൂടാറി കഴിച്ചോ? ചൂടുണ്ട്. അല്ല ഈ ഏട്ടത് ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ ചൂടാറിയിട്ടുണ്ട്. പൂ പോലത്തെ ബിരിയാണി കേട്ടോ. ഒരു മസാലയുടെ കുത്തുകളോ ഒന്നുമില്ല. ഇനി മീൻ കഴിക്കുമ്പോൾ അറിയില്ല നമുക്ക്. പുളി ഉണ്ടല്ലോ, പുളി. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഗ്രേവി കഴിച്ചു നോക്കട്ടെ. ഗ്രേവി നല്ല പുളി. തക്കാളി 4 തക്കാളി ഉണ്ട്, തൈരുണ്ട്, ചെറുനാരങ്ങ നീരും ഉണ്ട്. അതിൻ്റെ ചെറുനാരങ്ങ നീരിൻ്റെ ആയിരിക്കും. ചെറുനാരങ്ങ നീര് ഇപ്പോൾ വേണ്ട അല്ലേ? പക്ഷെ മീനായതുകൊണ്ട് പുളിത്തിരി വേണം. അതെ, ഇത് മീൻ കൂളായിട്ട് തിന്നാട്ടാ.
സാധ്യക്ക് പിന്നെ ഇങ്ങനത്തെ മീൻ ഇഷ്ടമില്ല. അത് കാരണം മുറുക്കലിൻ്റെ മീൻ മുറുക്കല് അധികം ഈ പുളി വേണം ശരിക്കും. എനിക്ക് ഈ പുളി ഇഷ്ടപ്പെട്ടില്ല. നിനക്ക് ഇഷ്ടമല്ലേ? ഇത്ര പുളി എനിക്ക് ഇഷ്ടമായില്ല. ആ അത് ഞാനും പറഞ്ഞ പുളി അങ്ങനെ കൂടുതലാണെങ്കിൽ ചെറുനാരങ്ങ നീര് ഇത്തിരി കുറയ്ക്കുക, തക്കാളി ഒരെണ്ണം കുറയ്ക്കുക. ഈ 2 പേരാണ് പുളിയുടെ ഇത്തിരി മുന്നിൽ നിൽക്കുന്നത്. അതെനിക്ക് കുഴപ്പമില്ല, എനിക്ക് നല്ല ഇഷ്ടമായി. ആ ചോറിൻ്റെ ഒപ്പം കഴിക്കുമ്പോൾ അടിപൊളിയാണ്. വെറുതെ ചോറ് കഴിക്കുക അല്ലേ ജഗ? ചോറ് മതിയായില്ല എന്നോട് നോക്കിയിരിക്കണ്ടല്ലോ ഇമ്രാൻ. മതിയില്ലേ? ചോറും കൂട്ടാനൊക്കെ പിന്നെ കൊടുത്തല്ലോ. ഇനി മാമു വേണാ തരാട്ടാ. ചോറില്ലേ നീ? അപ്പോൾ അടിപൊളിട്ടാ. നിങ്ങൾ വെച്ച് നോക്കിക്കോട്ടെ മീൻ. അതായത് കാരിയും ചൂരിയൊക്കെ ഈ ബിരിയാണിയുടെ ഒപ്പം പോവും. ചോറിനാണ് ഡിമാൻഡ്. സൂപ്പർ ചോറ്. അതിന്റെ വില പറയാൻ വേണ്ടിട്ട് ഇങ്ങനെ നാവ് ധരിക്കുന്നുണ്ട് അല്ലേ? വെറുതെ വാരി തിന്നാൻ ചോറ്. ഇത്ര വിലയേറെ അരി ആയതുകൊണ്ടാണ് ഇത്ര ടേസ്റ്റ് അല്ലേ? അല്ല മൊത്തം അടിപൊളി. അപ്പോൾ വൈകുന്നേരത്തെ ഇത് സായാഹ്നമല്ല വൈകുന്നേരം. ഇന്നത്തെ വൈകുന്നേരം മീൻ ബിരിയാണി കൊണ്ട് സമ്പുഷ്ടമായി അല്ലേ? അതാണോ പറയാൻ വന്നത്? അപ്പം നിർത്താം നോക്കട്ടാ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.